ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ശില്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറ് കഴിക്കാം. ബാ, ഇത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. ചോറെടുക്കാവേ. ചോറൊക്കെ കഴിച്ചു എല്ലാവരും. പിന്നെ ബാ, ചോറെടുത്തു. കറി ണ്ടോ, പുളിശ്ശേരി. പുളിശ്ശേരി ഞാൻ ഇന്നലെ ഏത്തക്കാപ്പം പിള്ളേർക്ക് പൊരിക്കാനായിട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ അതിലൊരു ഏത്തപ്പഴം വെച്ചങ്ങോട്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കി. പുളിശ്ശേരി നോക്കട്ടെ. പിന്നെ തവിയെടുത്തില്ല. തവിയെടുത്തു. മീൻകറി. സത്യം പറഞ്ഞാൽ ഞാനിത് മുളകിൽ വെച്ചതാണേ. പക്ഷേ ഉണ്ടല്ലോ, ഭയങ്കര എരിവായിപ്പോയി. അപ്പം ഞാൻ ഇച്ചിരി തിളച്ച് പറ്റിയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ അങ്ങോട്ട് ചേർത്തു. അതാണ് ഇങ്ങനെ ഈ കളറിലിരിക്കുന്നത്. കണ്ടോ? പിന്നെ ഇത് ഞാനൊരു യൂട്യൂബ് നോക്കി വെച്ചതാണ്. നമ്മുടെ കല്യാണ വീടുകളിലെ അച്ചാറെന്നും പറഞ്ഞുകൊണ്ട്. അതായത് കടുക് നമ്മൾ മാങ്ങ വേറെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട്, ഭയങ്കര വെട്ടമല്ലേ, നമ്മൾ കടുക് ഇതിനകത്തോട്ട് ഇടാതെ മാങ്ങയ്ക്കകത്തോട്ട് ഈ മുളകും മഞ്ഞളും ഉലുവായും ഒക്കെ നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് അത് അങ്ങ് ചേർത്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്. അതും കൂടി സൈഡിൽ വയ്ക്കട്ടെ. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോറിന് കൂട്ടാൻ. ഏത്തപ്പഴ പുളിശ്ശേരി, മാങ്ങാച്ചാറ്. പിന്നെ ഈ മീനിൻ്റെ പേരെന്നറിയാമോ? ഏത്തക്കാവറ്റ എന്നാണ് ഈ മീനിൻ്റെ പേര്. നല്ല ടേസ്റ്റുള്ള മീനാണേ. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ട് വരട്ടെ. എല്ലാവർക്കും എങ്ങനെ ചോറിന് കറിയെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.